നാടെങ്ങും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. അക്കൂട്ടത്തിൽ തദ്ദേശ പോരാട്ടത്തിന്റെ ചൂട് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലാണ് നില 24 ലൈവ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും ഇപ്രാവശ്യം മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇതിവർക്കൊരു ആദ്യത്തെ അനുഭവമല്ല. ഈ ഭാര്യയും ഭർത്താവും ഇതിനു മുൻപും ഇലക്ഷനുകളിൽ തദ്ദേശ പോരാട്ടത്തിൽ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരുടെ അടുത്ത് നേരിട്ട് ചോദിക്കാം. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ വോട്ടർമാരാണിവർ. കണ്ടേങ്കാവ് സ്വദേശികൾ ഹുസൈൻ കണ്ടേങ്കാവും ഭാര്യ സെക്കീന ഹുസൈനും. അപ്പൊ എങ്ങനെയാ കാണുന്നു ഈ പ്രാവശ്യത്തെ ഇലക്ഷന്റെ വിശേഷങ്ങൾ? എന്താണ് വിശേഷങ്ങൾ? നമ്മൾ ആദ്യത്തെ ഇലക്ഷൻ അല്ല നമ്മളത്. 2010 ഇവര് തിരഞ്ഞെടുപ്പ് ഗോതയിലുണ്ടായിരുന്നു. നല്ല ഒരു വൻ വിജയത്തോടു കൂടിയാണ് അന്ന് വിജയിച്ചത്. ആ ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും കൊണ്ട് 2015 ഞങ്ങൾ രണ്ടാൾ ഒന്നിച്ച് മത്സരിക്കാനുണ്ടായത്. വിളയൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഇവരും അതുപോലെ തന്നെ 4-ാം വാർഡിൽ ഞാനും മത്സരിച്ചു. അന്നും വലിയൊരു വിജയമാണ് ഞങ്ങൾക്ക് ജനങ്ങൾ സമ്മാനിച്ചത്. ശേഷം 2020 ഞങ്ങൾ 3-ാം അംഗത്തിന് ഇവരുടെ 3-ാം അംഗവും എൻ്റെ 4-ാം അംഗവുമായിരുന്നു. അത് പേരടിയൂർ വാർഡിലായിരുന്നു ഞാൻ മത്സരിച്ചിരുന്നത്. അവിടെ ഞാനും അതുപോലെ തന്നെ 3-ാം വാർഡിൽ ഇവരും പരാജയപ്പെട്ടു. ജയിച്ചതും തോറ്റതും ഒക്കെ ഒരുപോലെയാണ്. രണ്ടുപേരും ഒരുമിച്ച് ജയിച്ചു, രണ്ടുപേരും ഒരുമിച്ച് പരാജയപ്പെട്ടു. അപ്പൊ ഇപ്രാവശ്യം എന്ത് തോന്നുന്നു? ഒരു മൊത്തത്തിലൊരു പൾസ് എങ്ങനെ? വിളയൂർ ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം LDF ആണ് ഭരിക്കുന്നത്. ഇപ്രാവശ്യം എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പൾസ്? എന്ത് തോന്നുന്നു? ഇപ്രാവശ്യം വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലേറും, അതിലൊരു സംശയമില്ല. ജനങ്ങളുടെ രണ്ടുപേരും ജയിക്കും. ഞങ്ങളെ ജയത്തിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. താത്തയുടെ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട്? വിജയിക്കുമെന്നാണ് ജനങ്ങളുടെയൊക്കെ അഭിപ്രായം. ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ ചൂട് കുടുംബത്തിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? നിങ്ങളുടെ കുടുംബത്തിന് പ്രത്യേകത ഒന്നുമില്ല. കാരണം ഞങ്ങളെ മക്കളൊക്കെ 2010 അവർ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചെറിയ മോൾക്ക് അന്ന് 6 മാസമാണ് പ്രായം എന്നാണ് എൻ്റെ ഓർമ്മ. 6 മാസമായിരുന്നു. അന്ന് മുതൽക്ക്, അതായത് അവരൊക്കെ പ്രായം പക്വതയൊക്കെ ആയി വന്നപ്പോഴേക്ക് അവർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ മക്കളുടെയും പൂർണ്ണ സപ്പോർട്ട് അല്ലെങ്കിൽ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ആ ഒരു ആത്മവിശ്വാസം കൂടി ഞങ്ങൾക്ക് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ പോയി വോട്ട് ചോദിക്കുക, അതിൻ്റെ ഒക്കെ ഒരു തിരക്കൊഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുണ്ട്. അത് അതിലൊന്നും കുറവില്ല. കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളിൽ ഒരു കുറവും ഞങ്ങൾ വരുത്താറില്ല. പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ലേറ്റായി വരുമ്പോഴൊക്കെ ഉള്ള ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നതിലുപരി മറ്റു പ്രയാസങ്ങളൊന്നുമില്ല. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരെ കൂടെ കൂട്ടി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം. അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അടിയിൽ കൂടി തന്നെ ഞങ്ങളത് പരിഹരിക്കാറുണ്ട്. എതിർ സ്ഥാനാർത്ഥികൾ എങ്ങനെ, സ്ട്രോങ് ആണോ? എന്ത് തോന്നുന്നു? അല്ല, സ്ഥാനാർത്ഥികളിൽ ആരെയും ഞങ്ങൾ നിസ്സാരമാക്കാറില്ല. കാരണം എല്ലാവരും അതിനനുസരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾ ആരെയും മോശമായിട്ട് കണ്ടിട്ടില്ല. എല്ലാവരും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകളല്ലേ. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടാവും. അതിലൊന്നും നമ്മൾക്ക് മറ്റുള്ള പ്രയാസങ്ങളും നമുക്കില്ല. നമ്മൾ 3-4 വാർഡുകളിലെ വോട്ടർമാരിൽ നല്ല പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മളെ, അതായത് ആരെയും ഈ 2 വാർഡിലുള്ള ഒരു വീട്ടിലുള്ള ഒരാളെയും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഈ പ്രാവശ്യം 4-ാം വാർഡിൽ, അതായത് സ്വന്തം വാർഡിൽ തന്നെയാണ് കണ്ടേങ്കാവിൽ മത്സരിക്കുന്നത്. എന്ത് തോന്നുന്നു? ആദ്യമായിട്ടല്ലേ സ്വന്തം വാർഡിൽ മത്സരിക്കുന്നത്? അപ്പൊ വോട്ടേഴ്സ് ഒക്കെ അതുപോലെ തന്നെ. എന്ത് തോന്നുന്നു ഇപ്രാവശ്യം? വിജയം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അതാണ് യൂത്തിനൊക്കെ. ഇപ്പൊ നിങ്ങൾ കുറച്ചൊക്കെ വയസ്സായ ഒരു കപ്പിളാണ് അല്ലേ? ഇപ്പൊ ഒരു യൂത്തിന്റെ ഒരു പൾസ്, അതിനെ കുറിച്ച് എന്ത്? അത് ഒരു യൂത്തിന്റെ പൾസ് മാത്രമല്ല, അതായത് നമ്മുടെ ഒരു ചെറിയ പ്രായം തൊട്ടുള്ള കുട്ടികൾക്ക് തന്നെ ഞങ്ങളെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അത് 2010 ഒരു ഇലക്ഷനിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് 5, 6, 7 വയസ്സുള്ള കുട്ടികൾ വന്നിട്ട് എന്നെ കാണുമ്പോൾ അവരുടെ പേര് എൻ്റെ പേരാണ് സെക്കീന ഹുസൈൻ എന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ അത്രയും പ്രായക്കുറവുള്ള കുട്ടികളാണ്. അങ്ങനെ വന്ന് വിളിച്ച് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അന്ന് മുതൽക്ക് തന്നെ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ പിടിച്ച് യുവാക്കൾ, മധ്യവയസ്കർ, പ്രായമുള്ളവർ, എല്ലാ ആളുകളും നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളത്. അതിലൊന്നും ഞങ്ങൾക്കൊരു, അതായത് ആരുടെ ഒരു സപ്പോർട്ടില്ലാത്ത വിഷയങ്ങളില്ല. ഇലക്ഷനാണ്, എതിർ ഉള്ള ആളുകളെ നിസ്സാരമായിട്ട് കാണുന്നില്ല. എന്നാലും നല്ല മത്സരം തന്നെയാണ്. 100% വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഭാര്യയും ഭർത്താവും കൂടി പൊതുപ്രവർത്തന രംഗത്താണല്ലോ. അപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ കൂടിയാണ്. എന്താണ് നിങ്ങളുടെ ഈ ഒരു പൊതുപ്രവർത്തന ജീവിതത്തിൻ്റെ ലക്ഷ്യം?
നാട്ടിലെ ജനങ്ങൾ അവരുടെ പിന്നെ എന്താ പറയുക അവരുടെ എല്ലാം നമ്മുടെ ഈ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൻ്റെ കീഴിലായിരിക്കും എന്ത് കാര്യങ്ങളും വരുന്നതും, അവർക്ക് ആനുകൂല്യങ്ങളാണ് മറ്റു കാര്യങ്ങളാണ് കിട്ടുന്നതും. അതുപോലെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു വീട്ടിൽ ഒരു ദിവസം വെള്ളത്തിൻ്റെ പ്രശ്നം വന്നാൽ, കറണ്ടിൻ്റെ പ്രശ്നം വന്നാൽ, അങ്ങനെ നമ്മൾ ദൈനംദിനം വരുന്ന എന്ത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായ ആളെയാണ് സമീപിക്കുക. ആ നിലയ്ക്ക് നമുക്കൊക്കെ ഒരു ദിവസം ഓരോ ആളുകളും നമ്മൾ ജനപ്രതിനിധി അല്ലാത്ത സമയത്ത് നമുക്ക് പിന്നെ ഇതുപോലെയുള്ള ആളുകളുടെ കോളും കാര്യങ്ങളൊക്കെ വരും. അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്കതിൽ നല്ല വിശ്വാസമുണ്ട്. അവരുടെ ഇങ്ങനെ തന്നെ പറയാം, കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ. അതായത് നമ്മൾ വിജയിച്ചാൽ ഈ വാർഡിന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കൂടെ ഉണ്ടാകുന്നൊരു ജനപ്രതിനിധിയായിരിക്കും ഞങ്ങൾ എന്നുള്ളത് ഈ 2 വാർഡിലെ ജനങ്ങൾക്കും ബോധ്യമാണ്. അപ്പോൾ UDFന്റെ 3ഉം 4ഉം വാർഡുകളിലാണ് നമ്മളുടെ ഹുസൈൻക്കയും സെക്കീന താത്തയും ഇപ്രാവശ്യം മത്സരിക്കുന്നത് അല്ലെ, UDFന്റെ സ്ഥാനാർത്ഥികളായിട്ട്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നില 24 ലൈവിന് വേണ്ടി രഹ്ന തബ്സ്. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി.